നമസ്കാരം. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. ശബരിമല ഒരു ലോകാത്ഭുതമാണ്. മതേതരത്വത്തിൻ്റെ മഹാസന്നിധാനം. ഈശ്വരനും ഭക്തനും ഒന്നാകുന്ന തത്വമസി. ഒരു ആരാധനാലയത്തിലേക്കുള്ള ഏറ്റവും ദൈർഘ്യമേറിയ വനയാത്ര. പ്രകൃതിയെ അറിഞ്ഞ് പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് അങ്ങനെ ലയിച്ചു ചേർന്നുള്ള പദയാത്ര. ആരോ നമുക്ക് നൽകിയ പേരുകൾ നഷ്ടമായി സ്വാമി എന്നും മാളികപ്പുറമെന്നുമുള്ള രണ്ട് നാമങ്ങൾ മാത്രമായി മാറുന്ന മനുഷ്യർ. ആ ഐക്യം. ഇരുമുടിക്കെട്ട് എന്തുന്ന ഏതൊരു ഭക്തനും 18 പടികൾ ചവിട്ടി സ്വാമിയെ ദർശനം ചെയ്യാം. കൊച്ചുതൊമ്മനും വാവരും അയ്യപ്പനും എന്ന ദൃഢസൗഹൃദം പുതുതലമുറയ്ക്ക് മതേതരത്വത്തിൻ്റെ വലിയ നേർക്കാഴ്ച ഒരുക്കുന്നു. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വിഭിന്നമായ ആചാരാനുഷ്ഠാനങ്ങൾ, കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ഇത്രയധികം തുക കാണിക്കയായി ലഭിക്കുന്ന മറ്റൊരു ആരാധനാലയവും ലോകത്തിൽ ഇല്ല എന്നത് മറ്റൊരു സുപ്രധാന കാര്യം. മണ്ഡലകാലത്ത് മാത്രമായി കോടിക്കണക്കിന് രൂപയാണ് ശബരിമലയിൽ ലഭിക്കുന്നത്. ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്നും അയ്യപ്പ ഭക്തർ ശബരിമലയിൽ എത്തിച്ചേർന്നുകൊണ്ടേയിരിക്കുന്നു. ഭക്തരുടെ എണ്ണം വർഷങ്ങൾ കഴിയുന്തോറും വർദ്ധിച്ചു വരികയാണ്. ഇത്രയൊക്കെ പ്രത്യേകതകളുള്ള വനക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മതിയായ സൗകര്യങ്ങൾ ഒരുക്കുവാനോ ഭക്തരുടെ നിയന്ത്രണം കൃത്യമാക്കാനോ മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾക്ക് കഴിയുന്നില്ല. അതല്ലെങ്കിൽ അവരതിന് ആത്മാർത്ഥമായി ശ്രമിക്കുന്നില്ല. കഴിഞ്ഞുപോയ ശബരിമല സീസൺ മണ്ഡലകാലം ഒരു വലിയ പരാജയമായിരുന്നു. അയ്യപ്പ ഭഗവാന്റെ ദർശനത്തിനായി എത്തിയ 100 കണക്കിന് ഭക്തർ 18ാം പടി ചവിട്ടാൻ സാധിക്കാതെ മനം നൊന്ത് അവർക്ക് തിരികെ പോകേണ്ട ഒരു ദുഃഖമണ്ഡലകാലം. ഇപ്പോൾ ശബരിമലയിലേക്കുള്ള സ്പോട്ട് ബുക്കിംഗ് കൂടി നിർത്തുകയാണ്. ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. പ്രധാനമായും ഇത് ബാധിക്കുന്നത് മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരെയാണ്. 41 ദിവസത്തെ കഠിന വ്രതം നോറ്റ് ഇരുമുടിക്കെട്ടുമായി ദിവസങ്ങളോളം യാത്ര ചെയ്തെത്തുന്ന തീർത്ഥാടകരെ നിലയ്ക്കൽ, പമ്പ എന്നിവിടങ്ങളിൽ തടയുന്ന സാഹചര്യമാണ് വരാൻ പോകുന്നത്. ഇത്തരം നിയന്ത്രണങ്ങൾക്ക് പകരം ശബരിമലയിൽ എത്തുന്ന ഭക്തർ മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ട അവസ്ഥ വരാതെ ദർശനം സാധ്യമാക്കുന്ന തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം. ഭക്തജന തിരക്കിൽ ഭക്തർക്ക് വിശ്രമിക്കുവാനും വിശ്രമിക്കുന്നവർക്ക് ലഘുഭക്ഷണവും പാനീയങ്ങളും നൽകുവാനുമുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം, ഏർപ്പെടുത്തണം. വൃത്തിയുള്ള കൂടുതൽ ശുചിമുറികൾ, നിലവാരമുള്ള ആരോഗ്യ പരിശോധനാ കേന്ദ്രങ്ങൾ, കൂടുതൽ ശുചിത്വ തൊഴിലാളികൾ, മല കയറി വരുന്ന ഭക്തർക്ക് ഇടയ്ക്ക് വിശ്രമിക്കുവാൻ സൗകര്യപ്രദമായ ഇരിപ്പിടങ്ങൾ, സർക്കാർ വക കൂടുതൽ ഭക്ഷണശാലകൾ, അങ്ങനെ ശബരിമലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുക തന്നെ വേണം. സ്പോട്ട് ബുക്കിംഗ് നിർത്തലാക്കിയാൽ അവസാനിക്കുന്നതല്ല ശബരിമലയിലെ പ്രശ്നങ്ങൾ. ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളാണ് വികസിപ്പിക്കേണ്ടത്. റബ്ബർ തോട്ടം നിരപ്പാക്കി പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കണം. പമ്പ, ഹിൽ ടോപ്പ്, ചക്കുപാലം എന്നിവിടങ്ങളിലെ പഴയ പാർക്കിംഗ് ഏരിയയിൽ 2018 പ്രളയത്തിൽ അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്ത് അവിടെയുള്ള പാർക്കിംഗ് സംവിധാനങ്ങൾ പുനഃസ്ഥാപിക്കണം. ശബരിമല എന്നത് ഒരു ദേവാലയത്തിനും അപ്പുറം മലയാളത്തിൻ്റെ ഏറ്റവും വലിയ സാംസ്കാരിക കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ സാങ്കേതിക ജ്ഞാനമുള്ള വിദഗ്ധ കമ്മിറ്റിയെ വെച്ച് ന്യൂനതകൾ പഠിച്ച് അത് പരിഹരിക്കണം. കുറ്റമറ്റതായ ഒരു മണ്ഡലകാലത്തിനായി നമുക്ക് കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം. സ്വാമി ശരണം. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.